അപ്പൊ ചങ്ങായിമാരെ, ടേസ്റ്റ് ടിപ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഷാപ്പിലെ കുറുകിയ മത്തി മുളകിട്ട കറി ഒന്ന് വെച്ച് നോക്കിയാലോ. ഞാനിവിടെ മല്ലിപ്പൊടിയോ കുടംപുളിയോ ചേർക്കുന്നില്ല, എന്നാലും പക്ക ഷാപ്പിലെ കറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടണം. എന്നാ വരി വീഡിയോ കാണാം. നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് 300 ഗ്രാം മത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട് ഇവിടെ ഹാർബറിന്റെ അടുത്തതിനെ കൊണ്ട് ഐസ് ഇടാത്ത ഫ്രഷ് മീൻ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 12 അല്ലി ചെറിയ ഉള്ളിയും 10 അല്ലി വെള്ളുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും വേണം. വലിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണവും ചെറിയ തക്കാളി ആണെങ്കിൽ 4 എണ്ണവും നല്ല പഴുത്തത് നോക്കി വേണേ. പിന്നെ 3 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ 4 5 എടുക്കാം. നമുക്ക് വെള്ളുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ ഞാൻ ഇവിടെ കുടംപുളി ചേർക്കുന്നില്ല, നോർമൽ പുളിയാണ്. ഒരു നെല്ലിക്കന്റെ പീസ്, അതാ ചെറിയൊരു പീസ് പോലത്തെ ഒരു ചെറിയ കഷ്ണം പുളിയാണ് ഞാൻ ചേർക്കുന്നത്. മസാല നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി തന്നെ വേണം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും വേണം. കശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ നല്ല നിറം കിട്ടും കറിക്ക്. ഇതൊന്ന് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് പേസ്റ്റാക്കി മാറ്റി വെക്കണം. ഇനി ഒരു കടായി വെച്ച് കടുകും നമ്മുടെ ഉലുവയും പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കണം. ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളകും വെള്ളുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കണം, കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഇത് നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് നല്ല പോലെ വഴറ്റണം. തക്കാളിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കറിയുടെ. ഞാൻ കുടംപുളി ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് തക്കാളി കൂട്ടിയത്. ഇനി നമുക്ക് തക്കാളി റെഡിയായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊടി, പേസ്റ്റാക്കി വെച്ച മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. ആ മസാലപ്പൊടി ചേർക്കുമ്പോൾ തന്നെ അതിൽ ആ ബൗളിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടി ചേർത്ത് ഇത് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ മൂപ്പിച്ചെടുക്കണം. നമ്മളെ മസാലപ്പൊടി നല്ല പോലെ മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. 1 കപ്പ് തന്നെ ചേർക്കണം വെള്ളം. എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ തിളപ്പിച്ചാൽ മതിയാ, എന്നാൽ അതൊരു ദമ്മായിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചാള അല്ലെങ്കിൽ മത്തി ചേർത്ത് കൊടുക്കണം. മത്തി ചേർത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് 12 മിനിറ്റ് നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നല്ല പോലെ 12 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. ഇപ്പൊ ഇത് തിളച്ച് വന്ന് അടിപൊളി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ തൂവി കൊടുക്കുക. ഒരു 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് മൂടി വെക്കുക. എന്നിട്ട് 10 മിനിറ്റിന് ശേഷം നിങ്ങൾ ഇത് യൂസ് ചെയ്യാവുക കറി. ഇപ്പൊ കണ്ടില്ലേ, കറിന്റെ നിറം തന്നെ കറക്റ്റ് റെഡ് കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഷാപ്പിലെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടവര് ചാനലൊന്ന് സബും ചെയ്യുക. അടുത്ത വീഡിയോ ഞാൻ വരും വരെ till then live well, live strong, tata.